സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പാൽ 1 ആൻഡ് പാൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പാൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫെബ്രുവരി 11th എനർജി എന്താണ്, ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണ്. പാൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി ഒത്തിരി ക്രിയേറ്റീവ് എനർജി കാണുന്നുണ്ട്. കുട്ടികളുടെ എനർജിയും ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. അവരെ ഗൈഡ് ചെയ്യുന്നതായിട്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അത് ഇവിടെ ഹീലായിട്ട് വരുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഗ്രോത്ത്, ഒത്തിരി അബണ്ടൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഹാപ്പിനെസ്സും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നതായിട്ട്, പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി വരണ സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു പ്ലേഫുൾ എനർജിയാണ്, കുട്ടികളുടെ പോലത്തെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ കുട്ടികളായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇന്നസെൻസ്, ആ ഒരു ഇന്നർ ചൈൽഡ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഇൻസ്പിറേഷൻ, ഒത്തിരി എനർജി, ഊർജം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു ആകാംക്ഷ, ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടാകാം. എഗെയിൻ കുട്ടിയുടെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ബാലൻസ് ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇമോഷണലി കുറച്ചൊരു ബാലൻസ് നഷ്ടപ്പെട്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ചേഞ്ച്, മാറ്റം വരുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അവരെന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതായിരിക്കാം. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരുന്നതായിരിക്കാം. അതും കുറച്ച് പേർക്ക് ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ബാലൻസ് ആണ്. മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 ഓഫ് കപ്സിൻ്റെ എനർജി, ഡ്രീമറിൻ്റെ എനർജി, ഫൂളിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി, രണ്ടാമതൊരു അവസരം ലഭിക്കുന്നതാണ്. എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ഹീലിങ്ങിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു റീകൺസിലിയേഷൻ, അവിടെ പറഞ്ഞൊരു കോംപ്രമൈസ് ആകുന്ന എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്, എന്തെങ്കിലും അവസരങ്ങൾ വേറെ രൂപത്തിൽ, ഏതെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയുടെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അത്, ആ ഒരു എനർജി നന്നായിട്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്യാനായിട്ട്, ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹീലിങ്ങിനാണ് നിങ്ങൾക്ക് അത് ആവശ്യമുള്ളെങ്കിൽ ഹീലിംഗ് ചെയ്യുക. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ആണെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ചേഞ്ച് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്ന പല എനർജീസും മാറുന്നതായിട്ട്, പുതിയ എനർജീസ് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഗ്രോത്തിന് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വെൽക്കം ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ആയിരിക്കും, അത് എല്ലാവരോടും ഷെയർ ചെയ്യണം എന്നില്ല, കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് അവരുടെ ലൈഫിലൊരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ അവരുടെ ലൈഫിലുണ്ട്, ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കൊടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മുൻവിധിയോടുകൂടി ഒന്നിനെയും കാണാതിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേരോട് ട്രാവൽ ചെയ്യണ സമയത്തും
കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കരുതാനായിട്ട് ശ്രമിക്കുക. പാലിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ നടത്താനായിട്ടുണ്ടാകാം. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, എന്തെങ്കിലുമൊക്കെ പുതിയ ബിഗിനിങ് സംഭവിച്ചിട്ടുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതും ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 11th പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. Three of Swords in the energy. High Priestess. Release in the energy ആണ്. Manifestation the energy ആണ്. Backler പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ മെയിൻ ഒരു ഹൈലൈറ്റ്, ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറേ കാലമായി മനസ്സിലുള്ള പ്രശ്നമായിരിക്കാം, സപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളായിരിക്കാം, അത് കുറേ കൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. പല രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ തുറന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു പെയിൻ റിലീസായി പോകുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ടെങ്കിൽ അതുവഴിയായിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ച് സമയം ആ ഉള്ളിലുള്ള വിഷമങ്ങൾ നിങ്ങൾ കണ്ണുനീരിൻ്റെ രൂപത്തിൽ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാകാം. അതും നിങ്ങളെ കുറേയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്നത്തെ അഡ്വൈസ് ആയിട്ട് പറയുന്നത്, അങ്ങനത്തെ എനർജീസ് വരണ സമയത്ത് നിങ്ങളതിനെ സപ്രസ് ചെയ്യാതിരിക്കുക. അതിനെ നിങ്ങളിൽ നിന്നിട്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട്, കുറേ കൂടെ എംപവർമെൻറ്റ് ഫീൽ ചെയ്യുന്നതാണ്. കുറേ കൂടെ ലൈഫിൽ നെക്സ്റ്റ് ഇനി സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി, അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെല്ലാം ടെൻഷൻസ് ആണോ നിങ്ങളെ അലട്ടുന്നത് അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ സ്വാതന്ത്ര്യം കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒത്തിരി കഴിവുകൾ ഉണ്ടാകാം. പക്ഷേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കഴിവുണ്ടാകാം, പക്ഷേ ചിലപ്പോൾ കുറച്ചൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം, തയ്യാറെടുപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ലീസ്, പുതിയ എഗ്രിമെൻറ്റ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും മാനിപ്പുലേറ്റീവ് എനർജി, നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും അങ്ങനത്തെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി അനലൈസ് ചെയ്യുന്നതായിരിക്കാം, ഒത്തിരി നിങ്ങൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ചിന്തിച്ച് കൂട്ടി ചിലപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നതുമാകാം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. കുറച്ച് പേർക്ക് ട്രൂത്ത്ഫുൾ എനർജി, സത്യസന്ധതയുടെ എനർജി ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക. വളഞ്ഞ വഴി, ചിലപ്പോൾ ഷോർട്ട് കട്ട്സ് ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ കുറച്ചൊരു സത്യസന്ധമായിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അതോടൊപ്പം തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിൽ വന്നിട്ട് ഒത്തിരി വിസ്ഡമാണ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസും വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. നിങ്ങളുടെ വിസ്ഡം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ കുറച്ചൊരു പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും മേഖലകളിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കുറേ കൂടെ നിങ്ങൾക്ക് അറിവ് നേടാനായിട്ട്, കുറേ കൂടെ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ഡിറ്റർമിനേഷൻ്റെ എനർജിയിൽ വരുന്നതാണ്. ഒത്തിരി മോട്ടിവേഷൻ വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പവർ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ വിസ്ഡം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ഗൈഡൻസും ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, എൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻഡ് ചെയ്യുക. ഒന്നിനെയും നമ്മൾ ഫോഴ്സ്ഫുള്ളി പിടിച്ചു വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രീഡം, നിങ്ങളുടെ ചോയ്സസ്, ഫ്രീ വില്ല് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും അതൊരു എംപവർമെൻറ്റ് നൽകുന്ന രീതിയിൽ നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങളുടെ വിസ്ഡം കൊടുക്കുക, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.